എല്ലാ വിദ്യാർത്ഥികൾക്കും സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസ് എന്ന രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പഠിച്ചത്. എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നും അതുമൂലം അവ കൃത്യമായി ഡിസൈൻ ചെയ്യാത്തത് മുഖാന്തരം ഉണ്ടാകുന്ന തകരാറുകളെ പറ്റിയൊക്കെയാണ് നമ്മൾ പ്രതിപാദിച്ചത്. ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ അടുത്ത പാർട്ടിലേക്കാണ് പോവുക. സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസ് എന്നാൽ എന്ത് എന്നുള്ളതാണ് അടുത്ത ചർച്ച ചെയ്യാനായിട്ട് പോവുക. അത് ചിന്തിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ എന്ന് പരിശോധിക്കും. ഏതൊരു സംവിധാനം രൂപപ്പെടണമെങ്കിലും അത് പല ഫേസുകളിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ രൂപപ്പെടാനായിട്ട് സാഹചര്യമുള്ളൂ. സോഫ്റ്റ്വെയറും ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് ഒറ്റ സ്ട്രെച്ചിലല്ല എന്നും അത് വിവിധങ്ങളായ സ്റ്റേജുകളിലൂടെ കടന്നുപോയി പല രൂപാന്തരങ്ങളിലൂടെ ഉരുത്തിരിയുന്നത് ആണ് എന്നും നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. സ്വാഭാവികമായും ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കാനായിട്ടുള്ള ആവശ്യകത ഒരു യൂസറിൽ നിന്നാണ് തുടങ്ങുക. ഒരു യൂസറുടെ ആവശ്യകതയിൽ നിന്നാണ് ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകുക. ആ താല്പര്യമാണ് ഒരു ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറായി പിൽക്കാലത്ത് രൂപം കൊള്ളുന്നത്. അത്തരത്തിൽ രൂപം കൊള്ളുന്ന സോഫ്റ്റ്വെയർ കുറേ കാലം ഉപയോഗിക്കുകയും കുറേ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനം ഇല്ല എന്ന് മനസ്സിലാക്കുകയും ആ സോഫ്റ്റ്വെയർ കളഞ്ഞതിന് ശേഷം പുതിയ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കാനായിട്ട് കസ്റ്റമർ തയ്യാറാകുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സോഫ്റ്റ്വെയറുടെ മനസ്സിൽ ഉണ്ടായി വരുന്ന അടിസ്ഥാനപരമായ മിനിമം ആശയത്തിൽ നിന്നും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യപ്പെട്ട് അത് പല കാലങ്ങളിൽ പല വർഷങ്ങളിൽ ഉപയോഗിച്ചതിന് ശേഷം കളയുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സോഫ്റ്റ്വെയറിന് ആവശ്യമായിട്ടുള്ളത്, എന്തൊക്കെ സപ്പോർട്ടുകളാണ് ഒരു സോഫ്റ്റ്വെയറിന് ആവശ്യമായിട്ടുള്ളത്, ആ സപ്പോർട്ടുകളൊക്കെ ചേർന്ന് പല ഫേസുകളായിട്ട് നമ്മൾ കണക്കാക്കുകയും പല സ്റ്റേജുകളായിട്ട് കണക്കാക്കുകയും അവയെ ഒരുമിച്ച് ആ സ്റ്റേജുകളൊക്കെ ചേർന്നിട്ടാണ് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ എന്ന് പറയുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളും തുടങ്ങുന്നത് ഒരു കസ്റ്റമറുടെ റിക്വസ്റ്റിൽ നിന്നാണ്, ഒന്നല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ. കസ്റ്റമറുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഐഡിയ ആയിട്ട് കാണാനായിട്ട് കഴിയത്തില്ല. കസ്റ്റമർക്ക് യഥാർത്ഥത്തിൽ സോഫ്റ്റ്വെയറിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അദ്ദേഹം കമ്പ്യൂട്ടർ വിദഗ്ധനോ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധമുള്ള ഒരാളാകണമെന്നില്ല. അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ആശയം നമ്മളോട് പങ്കുവയ്ക്കുന്നു. അതിൻ്റെ ടെക്നിക്കാലിറ്റിയെ പറ്റി അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി വലിയ അറിവ് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടായിക്കൂടാ എന്നുമില്ല, ചില സമയത്ത് അവർക്ക് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വേഗമായിട്ട് നൽകുന്ന ഒരു ആശയത്തിൽ നിന്നാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് തുടങ്ങുന്നത് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. ഈ സ്റ്റേജ് കസ്റ്റമറിന് ആകെ ഈ സ്റ്റേജിൽ പറയുന്നത് എന്താണ് എൻ്റെ ആവശ്യം, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിൽ വന്നത് എന്തുകൊണ്ടാണ്, പിന്നെ ഞാൻ നിലവിൽ മാനുവലായിട്ട് എന്തൊക്കെ ഫോംസുകളാണ് ഉപയോഗിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിലേക്ക് ഒരു കസ്റ്റമർ പകർന്നു നൽകുന്ന ആശയങ്ങൾ. അപ്പോൾ ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഇൻസെപ്ഷൻ സ്റ്റേജ് എന്ന് പറയുക. ഒരു സോഫ്റ്റ്വെയർ തുടങ്ങാനായിട്ടുള്ള ആദ്യത്തെ പടി, ചവിട്ടുപടി എന്നൊക്കെ കാണാം. കസ്റ്റമറിൽ നിന്നും ആശയങ്ങൾ കളക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫേസ്. അങ്ങനെ ഈ ഇൻസെപ്ഷൻ സ്റ്റേജിൽ നിന്നും തുടങ്ങി പല രൂപാന്തരങ്ങളിലൂടെ പല ഫേസുകളിലൂടെ കടന്നുപോയി പല കൂട്ടിച്ചേർക്കലുകളും പല മോഡിഫിക്കേഷനുകളും നടത്തിയതിനു ശേഷം ഏറ്റവും അവസാനമാണത് സർട്ടിഫൈ ചെയ്തിട്ട് യൂസറിന് ഉപയോഗപ്രദമാകുന്നു ആയ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തതെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അത് കസ്റ്റമർക്ക് റിലീസ് ചെയ്യപ്പെടുന്നത്.
ഇത് സോഫ്റ്റ്വെയറിന്റെ കേസിൽ മാത്രമല്ല, മറ്റേത് സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഒരു കമ്പനി ഒരു സോപ്പ് ഉണ്ടാക്കുന്നു. അന്ത്യം ഉണ്ടാക്കുന്ന സോപ്പ് ഏറ്റവും മേൽത്തരമായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അദ്ദേഹം അത് ഉണ്ടാക്കുമ്പോൾ ഒരു സാക്ഷയ പാക്ക്, ചെറിയ പാക്ക് വനിതയോ ഗൃഹലക്ഷ്മിയോ ഒക്കെ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. അത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ കുറച്ച് അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്ക് തിരിച്ചു കൊടുക്കും. ആ ഫീഡ്ബാക്കിന്റെ വെളിച്ചത്തിൽ വീണ്ടും ആ സോഫ്റ്റ്വെയർ രൂപാന്തരങ്ങളൊക്കെ വരുത്തിയിട്ടാണ്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് രൂപാന്തരം വരുത്തിയിട്ടാണ് പിന്നെ അത് ഒറിജിനൽ ഒരു സോഫ്റ്റ്വെയർ, ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുക. അതുകൊണ്ട് സോഫ്റ്റ്വെയറിന്റെ കേസിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന മറ്റേത് പ്രോഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാലും അവയ്ക്കൊക്കെ തന്നെ ഇത്തരം ഉരുത്തിരിഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് യൂസറിന് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്ന് മുതലാണ് യൂസർ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ യൂസർ ഉപയോഗിച്ചു തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ പിന്നെ ഓരോന്നോരോന്നായി വരിക. യഥാർത്ഥത്തിൽ യൂസർ ഉപയോഗിച്ച് തുടങ്ങുന്ന ആ സ്റ്റേജ് തന്നെയാണ് നമ്മൾ ഓപ്പറേഷൻ ഫേസ് എന്ന് പറയുക. ഓപ്പറേഷൻ ഫേസിന്റെ തുടക്കം എന്ന് പറയുന്നത് യൂസർ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഞാനൊരു ബൈക്ക് വാങ്ങി, ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ കുറെ ഫേസിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. അവസാനം ഫുൾ പ്രൂഫ് ബൈക്കായിട്ടത് മാറുമ്പോൾ അത് ഞാൻ മേടിച്ചതിന് ശേഷമാണ് യൂസർ ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ടാണ് നമ്മൾ പീരിയോഡിക്കായിട്ട് സർവീസിന് കൊടുക്കുന്നു വർക്കുകൾ. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകും, അവയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പീരിയോഡിക്കായിട്ട് അതിനെ സർവീസ് ചെയ്യും. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് മെയിൻ്റനൻസ് തുടങ്ങുന്ന യഥാർത്ഥത്തിൽ യൂസർ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ്. യൂസർ ഇതിനെപ്പറ്റി വലിയ അറിവുള്ള ആളല്ല, അദ്ദേഹം റഫായിട്ട് അതിനെ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, പരാധീനതകൾ ഉണ്ടാകുന്നു. അതെല്ലാം റെക്ടിഫൈ ചെയ്യാനായിട്ടൊരു മെയിൻ്റനൻസ് അനിവാര്യമാകുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഫേസ് മുതലാണെന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു യൂസർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന എററുകൾ യഥാർത്ഥത്തിൽ നോട്ട് ഓൺലി ഡു ദേ റിക്വസ്റ്റ് ഫോർ ഫിക്സിങ് എനി ഫെയിലിയേഴ്സ്. അദ്ദേഹം പറയുന്നില്ല ഇന്ന സ്ഥലത്താണ് എറർ, ഈ പ്രശ്നം പരിഹരിക്കണം, എവിടെ പ്രശ്നമുണ്ട്, അതൊന്നും അദ്ദേഹത്തിന് അറിയണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹം ഉപയോഗിച്ചതിന് ശേഷം വെറുതെ എങ്കിലും പറയും, ചിലപ്പം പറയും എനിക്കിത് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. ആ സുഖം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ നിന്നാണ് പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൽ ഒരു മോഡിഫിക്കേഷൻസ് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള മോഡിഫിക്കേഷൻസ്, ഇംപ്രൂവ്മെന്റ്സും ഈ യൂസറിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മെയിൻ്റനൻസ് ഫേസ് എന്ന് പറയുന്നത് യൂഷ്വലി അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഒരു ചേഞ്ച് വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അത് ഫുൾ പ്രൂഫ് ആവണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹം ഈ ഉപയോഗിക്കുന്ന ആള് കണ്ടെത്തുന്ന ബഗ്ഗുകൾ അതിനെ ഫിക്സ് ചെയ്യുക, അദ്ദേഹത്തിന്റെ റിക്വസ്റ്റുകൾ അനുസരിച്ച് കാലോചിതമായ മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തുക. നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തും അനുമാനിക്കാം. നിങ്ങളൊരു തുണിയെടുത്ത് ഡ്രസ്സ് തയ്ക്കാനായിട്ട് കൊടുക്കുന്നു. ഡ്രസ്സ് മേടിച്ചിട്ട് വരുമ്പോൾ നമ്മൾ കുറേ ഓൾട്ടർനേഷൻസ് പറയുന്നു. നമുക്കത്ര സുഖം തോന്നില്ല ഇടാൻ, സ്റ്റിച്ചിങ് അത്ര ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല, ബട്ടണിങ് അത്ര ശരിയായില്ല, അല്ലെ, ബോഡിക്ക് അത്ര ഇണങ്ങുന്നില്ല, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്നത്. അതിനനുസരിച്ച് അദ്ദേഹം മാറ്റങ്ങൾ വരുത്തി നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു തലം വരെ അദ്ദേഹം ഈ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓപ്പറേഷൻ ഫേസ് എന്ന് പറയുന്നത് യൂഷ്വലി ലോങ്സ്റ്റ് ഫേസ് ആണ്. ഓപ്പറേഷൻ ഫേസ് എന്ന് പറയുന്നത് ഒരിക്കലും തീരത്തില്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തീരാത്തതോടത്തോളം കാലം ഒരിക്കലും ഒരു ഡെവലപ്മെന്റും പൂർണ്ണമാകില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഡെവലപ്മെന്റും അതിൽ തന്നെ പൂർണ്ണമല്ല എന്ന് പറയുന്നത്. അപ്പോഴത്തെ എൻറ്റയർ ലൈഫ്, സോഫ്റ്റ്വെയറിന്റെ ലൈഫിൽ മെയിൻ്റനൻസ് അനിവാര്യമായി വന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും അവസാനം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പഴകി സോഫ്റ്റ്വെയർ റിട്ടയർ ചെയ്യുന്ന ഒരു സ്ഥലത്ത്, റിട്ടയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വരും. കമ്പ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി മാറുന്നു, പുതിയ ടെക്നിക്ക് വരുന്നു. ആ ടെക്നിക്കിനനുസരിച്ച് ഉള്ള സംവിധാനങ്ങൾ സോഫ്റ്റ്വെയറിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല എങ്കിൽ ആ സോഫ്റ്റ്വെയർ കൊണ്ട് അത്ര പ്രയോജനം ഉണ്ടാവില്ല. സോ യൂസർ പിന്നെ പറയുന്നു ഇതിൽ ഇനി വലിയ മാറ്റം വരുത്താൻ കഴിയുമെന്ന് തോന്നില്ല. ബിസിനസിന്റെ സിനേരിയോ മാറി, സാഹചര്യം മാറി. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇനി പുതിയൊരു സോഫ്റ്റ്വെയർ വേണം. കാരണം പുതിയ ഫീച്ചേഴ്സ് ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് ചേഞ്ച് ആയിട്ടുള്ള കാലഘട്ടത്തിൽ
പുതിയ പ്ലാറ്റ്ഫോം ഒരു പക്ഷേ നമ്മൾ അന്ന് ഡെവലപ്പ് ചെയ്ത് വിൻഡോസിൽ വേണ്ടിയുള്ളതായിരിക്കും. എനിക്ക് ഇപ്പോഴും തോന്നി അത് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ആണെന്ന് തോന്നി ആൻഡ്രോയിഡിലേക്കൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് മാറുന്ന സാഹചര്യം ഉണ്ടാകാം. ഫീച്ചറുകൾ മാറുന്നു. സൂപ്പർ മാർക്കറ്റിൽ അത്രയും കാലം നമ്മൾ ബില്ലിട്ടുകൊണ്ടിരുന്നത് കോഡ് കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ ബാർകോഡ് റീഡർ വന്നു. ബാർകോഡ് റീഡർ ഈ സോഫ്റ്റ്വെയറുമായിട്ട് അറ്റാച്ച് ചെയ്യണം. സോ അതൊരു ഇംപ്രൂവ്ഡ് ഫീച്ചറായി. അത്തരത്തിൽ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണമെന്നൊക്കെ പറയുന്നത് പോലെ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അവ സോഫ്റ്റ്വെയറിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് സോഫ്റ്റ്വെയറിൽ മാറ്റിയെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ജോബ് എന്ന് പറയുന്നത് വളരെ ചെറിയ ജോലിയല്ല, ഇതൊരു ലൈഫ് സൈക്കിളാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പുൽച്ചാടിയെ പിടിച്ചിട്ട് പുൽച്ചാടി പുല്ല് കഴിക്കുന്നു, പുൽച്ചാടിയെ തവള കഴിക്കുന്നു. ഒരു ഇക്കോളജി ഉണ്ടല്ലേ, അതുപോലെ എന്തിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്, ഒരു പൂർണ്ണത. പിന്നെ അവസാനം കറങ്ങി തിരിച്ച് അതിലേക്ക് തന്നെ വരുന്നു. മനുഷ്യന്റെ ലൈഫിലും ഉണ്ടെന്നാണ് അത് പറയുന്നത്. ജനിച്ച് ശിശുവായിരിക്കുന്നത്, പിന്നെ വലുതായി വലുതായി വലുതായി, പിന്നെ ഷേക്സ്പിയർ നാടകത്തിൽ പറയുന്നത് പിന്നെ തിരിച്ച് കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു വരുന്നു, കുട്ടിയായി തിരിച്ചു വരുന്നു. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സൈക്കിൾ, അതുകൊണ്ടാണ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് റിട്ടേൺസ് ബാക്ക് ടു ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്, തലത്തിലേക്ക് എത്തുന്നു. അപ്പോഴൊരു സൈക്കിൾ പൂർണ്ണമാകുന്നു. സോഫ്റ്റ്വെയറിന് ഇത്തരത്തിലുള്ള ലൈഫ് സൈക്കിൾ ഉണ്ട്. ഡെവലപ്പ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, പിന്നെ ഫീഡ്ബാക്ക് എടുക്കുന്നു, ആ ഫീച്ചർ വെച്ചിട്ട് വീണ്ടും മെയിൻ്റനൻസ് നടത്തുന്നു, വീണ്ടും കൊടുക്കുന്നു. അങ്ങനെ ഒരു സൈക്ലിക്, ഒരു ചാക്രികമായിട്ടുള്ള ഒരു സംവിധാനം സോഫ്റ്റ്വെയറിനകത്ത് ഉണ്ടാകുന്നു. സോ ലൈഫ് സൈക്കിൾ ഓഫ് എ സോഫ്റ്റ്വെയർ റെപ്രസെന്റ് സീരീസ് ഓഫ് ഐഡന്റിഫൈഡ് സ്റ്റേജസ്, അല്ലെ? പല സ്റ്റേജിലൂടെ ഇത് കടന്നു പോകണം. അപ്പോഴതിൻ്റെ ജീവിത കാലഘട്ടത്തിൽ, അതിൻ്റെ ഒരു ലൈഫ് സ്പാനിൽ അത് പല സ്റ്റേജുകളിലൂടെ അത് കടന്നുപോയി രൂപാന്തരം സംഭവിപ്പിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനായിട്ട് പോകുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ ഫോളോ ചെയ്യപ്പെടുന്ന, നമ്മൾ പിന്തുടരുന്ന മോഡൽസിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, എന്തിനാ ഇങ്ങനെയുള്ള മോഡലുകൾ ഉണ്ടാക്കുക? ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ SDLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽ എന്നറിയപ്പെടുന്നുണ്ട്, SLCM, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ് മോഡൽ SDPM, പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇവ ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ദാറ്റ് നീഡ് ടു ബി ക്യാരി ഔട്ട്, അല്ലെ? ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാകുന്നതിന് എന്തൊക്കെ രീതികൾ നമുക്ക് അവലംബിക്കാം. പല തരം മോഡലുകളുണ്ട്. മോഡൽസ് നമുക്കറിയാം, നമുക്ക് എന്തിനാ മോഡൽസ് എന്നൊക്കെ നമ്മൾ പിന്നീട് പറഞ്ഞു വരും. SDLC represent graphically by drawing various stages in the life cycle. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് ഓരോ ഫേസിലൂടെ എങ്ങനെ കടന്നു പോകുന്നു, ഒരു ഫേസിൽ നിന്ന് അടുത്ത ഫേസ് ഏതാണ്, ആ ഫേസ് പിക്ചോറിക്കലായിട്ട്, ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു SDLCക്കകത്ത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറയാൻ കഴിയും ഓരോ ഫേസ് കഴിഞ്ഞിട്ട് അടുത്ത ഏത് ഫേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടെന്നും, ആ ലൈഫ് സൈക്കിൾ നമ്മൾ പല മോഡലുകളിൽ പല രീതിയിലാണ് ആ സൈക്കിൾ ഫോളോ ചെയ്യുന്നത്. എല്ലാ സൈക്കിളുകളും ഒരേ രീതിയിലാകണമെന്ന് നിർബന്ധമില്ല, പല രീതികളിൽ മെനയുന്നു എന്നേ ഉള്ളൂ. ഗ്രാഫിക്കൽ മോഡൽ ഈസ് യൂഷ്വലി അക്കമ്പനീഡ് ബൈ എ ടെക്സ്റ്റൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ്. ഈ ഗ്രാഫിക്കൽ മോഡലിനകത്ത് ടെക്സ്റ്റലായിട്ട് എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ഓരോ സ്റ്റെപ്പുകളും ചെയ്യുന്നത്. സോ ഓരോ ഫേസും കംപ്ലീറ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത ഫേസിലേക്ക് പോകുന്നു. നമുക്ക് SDLC എങ്ങനെ നിർവചിക്കാം? SDLC ഗ്രാഫിക്കലി ഡെപ്പിക്സ് ദ ഡിഫറെന്റ് ഫേസസ് ത്രൂ വിച്ച് എ സോഫ്റ്റ്വെയർ, ഒരു സോഫ്റ്റ്വെയർ ഇവോൾവ് ചെയ്യുന്ന പല ഫേസസിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് SDLC. സ്വാഭാവികമായിട്ടും അതിനകത്ത് ടെക്സ്റ്റൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും, അത് ക്യാരി ഔട്ട് ചെയ്യുന്ന പല ആക്ടിവിറ്റീസിനെ അടിസ്ഥാനപ്പെടുത്തി. ഇപ്പൊ ഒരു സംശയം തോന്നുന്നുണ്ട്, എന്താണ് ഈ പ്രോസസ്സും മെത്തഡോളജി മോഡൽസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? Process usually describes all activities starting from the inception of the software to its maintenance. ഇൻസെപ്ഷൻ മുതൽ മെയിൻ്റനൻസ് ഫേസ് വരെയുള്ള പല ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റികളാണ് പ്രോസസ്സ് വന്നത്. ഓരോ ആക്ടിവിറ്റി ഓരോ പ്രോസസ്സായിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോഴങ്ങനെ മെയിൻ്റനൻസ് ടു ഇറ്റ്സ് മെയിൻ്റനൻസ് ആൻഡ് റിട്ടയർമെന്റ് സ്റ്റേജസ് ഓർ അറ്റ്ലീസ്റ്റ് എ ചങ്ക് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ലൈഫ് സൈക്കിൾ. ലൈഫ് സൈക്കിളിനകത്ത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഓരോ ആക്ടിവിറ്റിയെ നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നു. It also recommends specific methodology for carrying out each activity. ഓരോ ആക്ടിവിറ്റിയും ക്യാരി ചെയ്യുന്നതിന് പല മെത്തഡോളജി ഉണ്ട്. മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കാനായിട്ട് തരുന്നു, നിങ്ങൾക്ക് ചെയ്തു പഠിക്കാം, കേട്ട് പഠിക്കാം, കണ്ടു പഠിക്കാം, വായിച്ചു പഠിക്കാം, എഴുതി പഠിക്കാം.
പലതരത്തിൽ പഠിക്കാം. അപ്പോൾ ഇത് ഓരോന്നും ഓരോ മെത്തേഡാണ്, പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പല മെത്തേഡ്സ് ആണത്. അപ്പോൾ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് യു ക്യാൻ ഫോളോ ഡിഫറെന്റ് മോഡൽസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെത്തഡോളജി എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ടു ക്യാരി ഔട്ട് ഓൺലി എ സിംഗിൾ ഓർ അറ്റ് ബെസ്റ്റ് എ ഫ്യൂ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ്. ഒന്നല്ലെങ്കിൽ ഒന്നിലധികം ആക്ടിവിറ്റീസ് എങ്ങനെ ഏറ്റവും കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാം, അതിനാണ് നമ്മൾ മെത്തഡോളജിയുടെ ആവശ്യം. നമ്മൾ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോകും, കാര്യങ്ങൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനും പഠിക്കാനും കഴിയും അതിനെപ്പറ്റി പഠിപ്പിക്കുന്നതാണ്. അവിടെ ഓരോ കോച്ചിങ് സെന്ററും ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഫോളോ ചെയ്യുന്ന മെത്തഡോളജി ഷോർട്ട് കട്ട്സ് ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ അതാണ് മെത്തഡോളജിയും പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം. പ്രോസസ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലേ, മെത്തഡോളജി എന്ന് പറയുന്ന ആ ആക്ടിവിറ്റികൾ എങ്ങനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഘടിപ്പിച്ചാൽ ഒരു എളുപ്പത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്ക് എന്തിനാണ് ഡെവലപ്മെന്റ് പ്രോസസ്സുകളെ ആവശ്യം? പ്രൈമറി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് എൻകറേജസ് ഡെവലപ്മെന്റ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് ഡിസിപ്ലിൻ മാനർ. ഏതൊരു സാഹചര്യത്തിലും ഒരു സാധനം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ 2 വാക്കുകൾ പരമപ്രധാനമാണ്: സിസ്റ്റമാറ്റിക് ആൻഡ് ഡിസിപ്ലിൻ. പഠിക്കുന്ന ഒരു കുട്ടിയെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, സാർ ഞാൻ സിസ്റ്റമാറ്റിക് ആണ്, ഡിസിപ്ലിൻഡ് ആണ്, കൃത്യസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഡെവലപ്മെന്റ് പ്രോസസ്സിൽ ഉപയോഗിച്ചുള്ള നേട്ടം. ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ നമ്മൾക്ക് തെറ്റാതെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് അഡറൻസ് ടു എ സ്യൂട്ടബിൾ ലൈഫ് സൈക്കിൾ മോഡൽ, ഏതെങ്കിലും ഒരു ലൈഫ് സൈക്കിൾ മോഡലുമായിട്ട് സ്യൂട്ടായിട്ട് നമ്മൾ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും. ആൻഡ് ദാറ്റ് ഡെവലപ്മെന്റ് മിനിമൈസസ് ദ ചാൻസസ് ഓഫ് ടൈം ആൻഡ് കോസ്റ്റ് ഓവർറൺസ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മോഡൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി സോഫ്റ്റ്വെയർ നിർമ്മിക്കാനും കഴിയും. അതോടൊപ്പം തന്നെ ടൈമും കോസ്റ്റും, ചിലപ്പോൾ നമ്മളൊരു മെത്തഡോളജി ഫോളോ ചെയ്യില്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് സമയമെടുക്കും. കോസ്റ്റും അതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും പ്രെഡിക്റ്റ് ചെയ്യുന്നതിനും അപ്പുറമായിരിക്കും. അപ്പോഴൊരു മോഡൽ എന്തുകൊണ്ട് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയവും, ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുക്കിങ്ങിനകത്ത് ചില റെസൈപ്പീസ് നമ്മൾ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ട്? ഗുഡ് ക്വാളിറ്റി സാധനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവിടെ ഞാൻ ഈ റെസൈപ്പി പറയുന്നതിനകത്തൊരു മോഡലാണ്, എങ്ങനെയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഈ കറി ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു ക്രമം. അപ്പോഴത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ ക്വാളിറ്റിയിൽ, അവർ ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ നമുക്ക് സാധനം ഉണ്ടാക്കാൻ പറ്റും, സമയം ലാഭിക്കാൻ പറ്റും, വളരെ വേഗതയിൽ ചെയ്യാൻ പറ്റും, അധികം പാഴായിട്ട് സാധനങ്ങൾ പോകത്തൂല. സോ അതുപോലെ തന്നെ നമുക്കൊരു ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ ആവശ്യം, ഒരു മോഡലിന്റെ ആവശ്യം വരുന്നത് പിന്നെ സോഫ്റ്റ്വെയർ ഈസ് ഡെവലപ്ഡ് ബൈ എ ടീം. ഒരു ടീമായിട്ട് നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ ഈ ടീമിലെ അംഗങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. ആര് എന്ത് എപ്പോൾ ചെയ്യും, ഈ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ടീമായിട്ടൊരു സാധനം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ കോളേജിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിക്കുന്ന വിചാരിക്കാം. ആ ഗ്രൂപ്പ് തമ്മിലൊരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്, ഒരാൾ ചെയ്തിട്ട് വേറൊരാൾ ആ സമയത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. ഒരാൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾക്കുണ്ടാകുന്ന ഡിലേ മറ്റൊരാളെയും ഡിലേയിലേക്ക് എത്തിക്കും. അപ്പോഴതൊരു എണ്ണയിട്ട യന്ത്രം പോലെ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. അതിന് നമുക്കൊരു ഡെവലപ്മെന്റ് പ്രോസസ്സ് ഉണ്ടാകണം അല്ലെ. നമ്മൾ പൊതുവായിട്ട് അംഗീകരിക്കുന്ന ഒരു പ്രോസസ്സ് ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ. The use of suitable life cycle model is crucial to the successful completion of a team-based development project. അതുകൊണ്ട് തന്നെ ഒരു ടീം ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് കൃത്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ലൈഫ് സൈക്കിൾ മോഡൽ ഫോളോ ചെയ്തേ മതിയാവൂ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് പ്രോസസ്സ് ഡോക്യുമെന്റ് ചെയ്യുന്നതിന് കാരണം? ഒരാൾ ഒരു കാര്യം ചെയ്തു, ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ വളരെ പരമപ്രധാനമാണ് ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ്. എന്തുകൊണ്ടാണ് ഒരു ഡോക്യുമെന്റിന്റെ ആവശ്യം വരിക? A documented development process forms a common understanding of activities. ഒരാൾ ഒരു കാര്യം ചെയ്തിട്ട് ഒരു ഡോക്യുമെന്റ്, ആ ചെയ്ത കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് എന്ന് എഴുതി വെച്ചാൽ അടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന ആളിന് എളുപ്പമായിരിക്കും ഇത് നോക്കി മനസ്സിലാക്കാൻ, പിന്തുടരാൻ എളുപ്പമായിരിക്കും. സോ പല ഡെവലപ്പേഴ്സ് ഒരുമിച്ചാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു കോർഡിനേഷൻ സാധ്യതമായി തീരണം. So help them to develop a software in a systematic and disciplined manner. ഞാൻ നേരത്തെ പറഞ്ഞത് document development process model besides preventing the misinterpretation that might occur. ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് പറ്റും. ഇതില്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അദ്ദേഹം ചെയ്തതെന്ന് നമ്മൾ അനുമാനിക്കും.
അവിടെ ചില മിസ്ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടായി വരാം, ശരിയാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അഡിക്വേറ്റ് ഡോക്യുമെന്റേഷൻ എല്ലാ പ്രോസസ്സ് തന്നെ അനിവാര്യമാണെന്ന് കാണാനായിട്ട് കഴിയും. അതുകൂടാതെ തന്നെ ഇൻകൺസിസ്റ്റൻസീസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡിയായി നിൽക്കുന്നത്. എന്തെങ്കിലും ഇൻകൺസിസ്റ്റന്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. റിഡൻഡൻസി, റിപ്പറ്റീഷൻസ്, ഒരേ കാര്യം ഒരേ തന്നെ പല പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, പാഴ്വേലയായി പോയി, ഞാൻ ചെയ്ത അതേ കാര്യം തന്നെ നീയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള റിഡൻഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഒമിഷൻസ്, എന്തെങ്കിലും ഒരു സാധനം ഒരാൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഡോക്യുമെന്റ് സഹായത്തോടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. എന്ത് കണ്ടീഷന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഓരോ ഫേസിലും നമ്മൾ തുടങ്ങുന്നത്, എൻ്റർ ചെയ്യുന്നത്. എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പും ഓരോ സ്റ്റേജസും നമ്മൾ പുറത്തു വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്. The phase entry criteria is usually expressed as a set of conditions that need to be satisfied for the phase to start. ഒരു ഫേസ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സജ്ജീകരിക്കണം, അത്രയും കാര്യങ്ങൾ സജ്ജീകരിച്ചാൽ മാത്രമേ ഈ ഫേസിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അതിനാണ് ഫേസ് എൻട്രി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എൻട്രി ആൻഡ് എക്സിറ്റ് ക്രൈറ്റീരിയ ഫോർ വേരിയസ് പ്രോസസ് ആർ നോട്ട് വെൽ ഡിഫൈൻഡ്, then that would leave enough scope of ambiguity. കൃത്യമായിട്ട് നിർവചിക്കുന്നില്ല ഓരോ ഫേസിലും കയറണമെങ്കിൽ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു ട്രെയിനിൽ കയറണമെങ്കിൽ, ഫ്ലൈറ്റിൽ കയറണമെങ്കിൽ ചില കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ടിക്കറ്റ് എടുക്കണം, അവിടെയുള്ള ചെക്കിംഗ് ഉണ്ട്, നമ്മുടെ ആവശ്യമില്ലാത്ത ലഗേജ് ക്യാരി ചെയ്യുന്നുണ്ടോ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷമേ എൻട്രി പെർമിറ്റ് ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് എൻട്രി ക്രൈറ്റീരിയ. ഇതില്ലെങ്കിൽ, ഇത്തരത്തിലുള്ള എൻട്രി ക്രൈറ്റീരിയ ചെക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്രിയേറ്റ്സ് ആംബിഗ്വിറ്റി. ആർക്കും അറിയത്തില്ല എന്തൊക്കെ ചെക്കിങ് നടത്തണമെന്ന്. ഈ കാര്യം ചെയ്യണമെങ്കിൽ, സപ്പോസ് നമ്മൾ ഒരു കോളേജിൽ ഒരു ആപ്ലിക്കേഷൻ എടുത്തു, അപ്പോൾ അവിടെ ഒരു ചെക്ക് ലിസ്റ്റ് വരും, ഇന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ആംബിഗ്വിറ്റി ഇല്ല, കൃത്യമായിട്ട് ആ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു പോയാൽ മതി. അതുപോലെ എൻഡ് ചെയ്യാനായിട്ട് ഇത് രണ്ടുമില്ല എങ്കിൽ ഇറ്റ് കോസസ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ എമംഗ് ദ ഡെവലപ്മെന്റിന് മുന്നിൽ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇത് അനിവാര്യമാണെന്ന് കാണുന്നു, ഒരു എൻട്രി ക്രൈറ്റീരിയ, എക്സിറ്റ് ക്രൈറ്റീരിയ ഓരോ ഫേസുകൾക്കും. സംടൈംസ് might prematurely stop the activities in a phase. ചില സമയത്ത് പ്രിമച്വർ ആയിട്ട് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യും ഇതില്ല എങ്കിൽ. നമുക്കറിയത്തില്ല എപ്പോഴാണ് നടത്തേണ്ടത്, അപ്പോൾ നമ്മൾ ചിലപ്പോൾ നേരത്തെ നടത്താം. ഇപ്പം കോളേജിൽ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ ഒരധ്യാപകം ഒന്ന് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഒരധ്യാപകൻ ഇറങ്ങി പോകുന്നില്ല. അപ്പോൾ ടൈം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിമച്വർ ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് ക്ലാസ് വളരെ നേരത്തെ നിർത്തി പോകരുത്. സംടൈംസ് ദാറ്റ് മൈറ്റ് കണ്ടിന്യൂ വർക്കിംഗ് ഓൺ എ പ്ലേസ് മച്ച് ആഫ്റ്റർ വെൻ ദ ഫേസ് ഷുഡ് ഹാവ് ബീൻ ഓവർ. ഒരു സാറ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നു, മറ്റേ സാറ് സമയത്തിന് നിർത്തുന്നില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് എൻട്രി എക്സിറ്റ് ക്രൈറ്റീരിയ പ്രതിപാദിക്കുന്നതെന്ന് കാണാനായിട്ട് കഴിയും. നമ്മൾ ഇതോടുകൂടി SDLCയുടെ ഒരു ഫണ്ടമെന്റൽ കാര്യം പറയുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പോകുന്നത്, നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ച സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മോഡൽസ്, പലതരത്തിലുള്ള മോഡൽസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 മോഡലുകളാണ് നമ്മുടെ സിലബസിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ മോഡലുകളെ പറ്റിയുള്ള ചർച്ചയാണ് അടുത്ത ക്ലാസ്സിൽ നടക്കുക. വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. വളരെ രസകരമായിട്ടുള്ള ഒരു പേപ്പറാണ്, ജീവിതഗന്ധിയായിട്ടുള്ള പേപ്പറാണ്. പല കാര്യങ്ങളും നമ്മുടെ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന സാധനങ്ങളാണ്. ഞാൻ പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ മനസ്സിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക. എഴുതാനായിട്ട് കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് വളരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പേപ്പർ. ടെക്നിക്കൽ ടേംസ് മാത്രം ഓർത്തിരിക്കുക, പക്ഷേ ഇംഗ്ലീഷിൽ ഇത് എഴുതാനായിട്ടുള്ള ഒരു കഴിവും കൂടെ ആർജിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാനായിട്ട് വരും. താങ്ക്സ് എ ലോട്ട്.